ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉള്ളവർക്ക്, പ്രത്യേകിച്ച് ട്രെയിലർ ലൈസൻസ് ഉള്ളവർക്ക് ജർമ്മനിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം വന്നിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ഈ ഇടയ്ക്ക് എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് ഒരാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോളോവേഴ്സ് തന്നെ കുറച്ച് പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്ത അണ്ണനോടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുമായിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് എനിക്ക് പറയാനായിട്ടുണ്ട്. ആദ്യം അണ്ണനോട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. അണ്ണൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള വേക്കൻസി ഇൻഫർമേഷൻ, അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉള്ളവർക്ക്, പ്രത്യേകിച്ച് ട്രെയിലർ ലൈസൻസ് ഉള്ളവർക്ക് ജർമ്മനിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം വന്നിട്ടുണ്ട്. അതിലേക്ക് അപ്ലൈ ചെയ്യാം എന്ന് തന്നെയാണ്. നിങ്ങൾ ജർമ്മനിയിലേക്ക് ട്രക്ക് ഡ്രൈവിംഗ് ജോബിന് വേണ്ടി ശ്രമിക്കുന്ന ആളാണോ നാട്ടിൽ നിന്നും? അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ ജർമ്മനിയിൽ കുറെ ട്രക്ക് ഡ്രൈവേഴ്സിന്റെ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട്. നാട്ടിൽ നിന്നും നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ പറയുന്ന ഈ ഒരു ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ. അതായത് നിങ്ങൾ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 നിങ്ങൾ ജയിച്ചിരിക്കണം. അതിന് മേലോട്ടുള്ള ക്വാളിഫിക്കേഷൻ കുഴപ്പമില്ല, പക്ഷേ മിനിമം ക്വാളിഫിക്കേഷൻ +2 ആയിരിക്കണം. രണ്ടാമത് നിങ്ങൾക്ക് ട്രെയിലറിന്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യയിൽ തന്നെ. അപ്പോൾ ഇന്ത്യയിലെ ട്രെയിലർ ലൈസൻസ് നമ്മുടെ ലൈസൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. മിനിമം നിങ്ങൾക്ക് ഒരു 3 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് എങ്കിലും വേണം. ആ വീഡിയോ ഇപ്പോൾ നമ്മൾ കണ്ടു. ആ വീഡിയോയിൽ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതിനുശേഷം എന്നെ റിയാക്ട് ചെയ്തുകൊണ്ടിട്ട വീഡിയോയിൽ അണ്ണൻ പറയുന്നത്, ജർമ്മനിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ലൈസൻസ് എടുക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ലൈസൻസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു കരിയർ ഉണ്ടാവും എന്നുള്ള കാര്യം. ഈ പറഞ്ഞ കാര്യമാണ് എനിക്കും പറയാനായിട്ടുള്ളത്. ടൂറിസ്റ്റ് വിസ ഒഴികെ മറ്റ് കാറ്റഗറി സ്റ്റുഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു ചാൻസക്കാട്ടെ വിസയിലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു ഷൂളയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ലൈസൻസ് ഒക്കെ ഉള്ള പ്രോസസ്സുകളെല്ലാം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലാംഗ്വേജ് ഉള്ളവരാണെങ്കിൽ ചില കമ്പനീസ് അത് പ്രൊവൈഡ് ചെയ്യുന്ന ട്രക്ക് കമ്പനീസ്, ട്രാൻസ്പോർട്ടേഷൻ കമ്പനീസ് ഉണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് ആ പ്രോസസ്സുകളൊക്കെ ചെയ്യാൻ പറ്റും. ലാംഗ്വേജ് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന അവർ കൊടുക്കുന്നത്. ഇത് തന്നെയാണ് ജർമ്മനിയിൽ വർക്ക് ചെയ്യാൻ ഒരു പ്രൊഫഷണൽ ബസ് ഡ്രൈവറായിട്ടോ ട്രക്ക് ഡ്രൈവറായിട്ടോ വർക്ക് ചെയ്യാനായിട്ട് യൂറോപ്യൻ ലൈസൻസ് വേണമെന്നുള്ള കാര്യമാണ് ഞാൻ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അണ്ണൻ പറഞ്ഞത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് ഇതിന് മുന്നത്തെ വീഡിയോയിലും. ഇതിനുശേഷം ഇട്ട റിയാക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വേറെ രീതിയിലുള്ള കാര്യമാണ്. ഇവിടെ വന്നിട്ട് ലൈസൻസ് എടുക്കാനുള്ള കാര്യം ഹെൽപ്പ് ചെയ്യാം, ലൈസൻസ് നിങ്ങളെ കൊണ്ടെടുക്കാൻ പറ്റും, ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നുള്ള കാര്യം ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ആ വീഡിയോയുടെ താഴെ ഒരാൾ കമന്റ് ചെയ്ത് അയാളുടെ അനുഭവം പങ്കുവെച്ചപ്പോൾ അണ്ണൻ തന്നെ വന്ന് പറഞ്ഞ കാര്യമാണ് IDP ക്യാൻ ഡ്രൈവ് ഓൺലി 6 months എന്ന്. അപ്പോൾ അണ്ണന് തന്നെ അറിയാം യൂറോപ്യൻ ലൈസൻസ് ഇല്ലാതെ ഒരു ജർമ്മനിയിൽ ഒരു പ്രൊഫഷണൽ ബസ് ഡ്രൈവറായിട്ടോ ട്രക്ക് ഡ്രൈവറായിട്ടോ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ IDP ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിച്ച് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. 6 മാസം മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ എന്ന് അണ്ണൻ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യം.